മൂന്നാം ക്ലാസ്സിലെ ഫിഖ് 2022 ഫിഖിൻ്റെ ചോദ്യപേപ്പറാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം വ്യക്തമാക്കാം. നിസ്കാരത്തിൽ സലാം വീട്ടിയ ഉടനെ 3 തവണ ചൊല്ലേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയാം അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നാണ്. പക്ഷെ അതിൻ്റെ സ്പെല്ലിങ്ങോ അതിൻ്റെ അക്ഷരങ്ങളോ എല്ലാവർക്കും അറിയോ? അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ആരും അക്ഷരം തെറ്റിക്കരുത്. അക്ഷരം തെറ്റിപ്പോകുമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ ടെക്സ്റ്റ് ബുക്ക് കാണിച്ച് തന്നെ ഉത്തരം പറഞ്ഞു തരാൻ കാരണം. രണ്ടാമത്തെ ചോദ്യം നിസ്കാരത്തിൽ സലാമിൻ്റെ വചനം. എല്ലാവർക്കും അറിയാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നാണ്. അപ്പോൾ അതെങ്ങനെ എഴുതുക? സലാം എങ്ങനെ? അസ്സലാമിൻ്റെ വചനം എങ്ങനെ? അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് കൂട്ടൽ എന്താണ്? സുന്നത്തുണ്ട് അല്ലേ? അടുത്ത ചോദ്യം, സുജൂദിൽ 3 പ്രാവശ്യം ചൊല്ലൽ സുന്നത്താണ്. സുജൂദിൽ 3 പ്രാവശ്യം ചൊല്ലൽ സുന്നത്താണ്. എല്ലാവർക്കും അറിയാത് സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി. പക്ഷെ സ്പെല്ലിംഗ് അറിയോ? ഇതാ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി. അക്ഷരത്തെറ്റില്ലാതെ നിങ്ങൾ എഴുതി പഠിക്കണം കേട്ടോ. സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി നിങ്ങൾ കാണാതെ എഴുതി നോക്കണം, എന്നാലേ നിങ്ങളുടെ ഉത്തരം ശരിയാവുള്ളൂ. അടുത്തത്, റുക്കൂയിൽ നിന്ന് ഉയരുമ്പോൾ പറയൽ സുന്നത്തുള്ളത്. റുക്കൂയിൽ നിന്ന് ഉയരുമ്പോൾ എന്താണ് പറയേണ്ടത്? സമിഅ അല്ലാഹു ലിമൻ ഹമിദ, ഹമിദഹു എന്നുണ്ടാകും. അതുപോലെ സമിഅ ഐനാണ്, ആ അല്ല, സമിഅ അല്ലാഹു ലിമൻ ഹമിദ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 5 ഹയ്യാല സ്വലാ എന്ന് പറയുമ്പോൾ കേൾക്കുന്നയാൾ പറയേണ്ടതെന്ത്? 3 മാർക്കാണ് ഇതിന് അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. പക്ഷേ എഴുതുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ശ്രദ്ധിക്കുക, തെറ്റാതെ എഴുതാൻ പഠിക്കുക. അടുത്തത്, യോജിച്ചവ ചേർക്കാം. ഇവിടെ ഉത്തരം തന്നിട്ടുണ്ട്, താഴെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. കുനിയൽ എന്നാണ് അർത്ഥം. എന്താണ്? ഏതിൻ്റെ അർത്ഥം കുനിയൽ? 7 തവണ കഴുകണം, വുളൂഇൻ്റെ ഷർത്തുകൾ, റുക്കൂ, വെട്ടുകിളിയുടെ ശവം, അത്തുമൈനീനത്ത് സുജൂദ് ചെയ്യണം. ഏതാ ശരി? റുക്കൂ അല്ലേ? റുക്കൂ ആണ് കുനിയൽ എന്ന അർത്ഥം. ഓരോ റക്കായത്തിലും 2 വീതം. ഒരു റക്കായത്തിൽ 2 തവണ ചെയ്യേണ്ട കാര്യം എന്താ? സുജൂദ് അല്ലേ? സുജൂദ് ചെയ്യണം. അനക്കം അടങ്ങുകയാണ് വിവക്ഷ. എന്തിൻ്റെ? തുമഇനീനത്ത്. നജിസിൽ പെടില്ല. എന്താ നജിസിൽ പെടാത്തത്? വെട്ടുകിളിയുടെ ശവം. നായ, പന്നി എന്നിവ കൊണ്ട് അശുദ്ധമായാൽ എന്താ? 7 തവണ കഴുകണം. 5 കാര്യങ്ങളാണ്. വുളൂഇൻ്റെ ഷർത്തുകൾ 5 എണ്ണാണ് അല്ലേ? അടുത്തത്, സുബഹിലും റമദാൻ അവസാനത്തെ പകുതിയിലും വിത്തറിലും എന്താ ഉത്തരം? കുനൂത്ത് ഓതണം. കുനൂത്ത് ഓതണം. അടുത്ത്, വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്തി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. സ്പെല്ലിംഗ് തെറ്റാതെ എഴുതുക. ഫാത്തിഹ കഴിഞ്ഞാൽ ആദ്യത്തെ 2 റക്അത്തുകളിൽ സൂറത്ത് ഡാഷ് ഓതൽ സുന്നത്താണ്. അടുത്തത്, റുക്കൂയിൽ നിന്ന് ഉയരുന്ന ആദ്യ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇഅ്തിദാൽ. എല്ലാവരും ശ്രദ്ധിക്കണം ഇഅ്തിദാലിൻ്റെ സ്പെല്ലിങ്. കണ്ടോ? ഇഅ്തിദാൽ, ഇഅ്തിദാൽ. അത് കാണാതെ പഠിക്കാം. അടുത്ത ചോദ്യം 5 അഖാമഹല്ലാഹു അദാമഹ വജഅലനി മിൻ ഡാഷ് സ്വാലിഹി അഹ്ലിഹ എന്നാണ് അല്ലേ? പക്ഷെ എഴുതുന്നത് എങ്ങനെയാണ് നോക്കുക. സ്വാലിഹി എന്നുണ്ട്, സ്വാലിഹി അഹ്ലിഹ. സ്പെല്ലിങ് തെറ്റിക്കരുത്. സ്പെല്ലിങ് തെറ്റിച്ചാൽ നിങ്ങളെ മാർക്ക് കുറയും, ഉറപ്പാണ്. ഇത് വാർഷിക പരീക്ഷയാണ്. വാർഷിക പരീക്ഷ മാർക്ക് വളരെ ശ്രദ്ധിക്കും. കാരണം ആരാണ് ഫസ്റ്റ് ആരാണ് സെക്കൻഡ് എന്ന് തീരുമാനിക്കുന്ന പരീക്ഷയാണ് അല്ലേ? അടുത്ത ചോദ്യം, നിസ്കാരത്തിലെ കറാഹത്തുള്ള കാര്യങ്ങൾ. നിസ്കാരത്തിൽ കറാഹത്തുള്ള കാര്യങ്ങൾ നമ്മൾ 6 പഠിച്ചാണ്, 2 എഴുതാനാണ്. ഒന്നെന്താ? നിസ്കാരത്തിൽ കാലുകൾ ചേർത്ത് വെക്കൽ, തലയും ചുമലും തുറന്നിടൽ, ഒരു കാലിൽ നിൽക്കൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എഴുതിയാൽ മതി, കാണാതെ പഠിച്ചാണ്. അടുത്തത്, നിസ്കാരം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ 2 എഴുതാനാണ്. അതിവിടെ പഠിച്ചാണ്. നിസ്കാരത്തിൻ്റെ ഫർളുകൾ വല്ലതും ഒഴിവാക്കുക, ഏതെങ്കിലും ഷർത്തിന് ഒഴിവാക്കുക, 2 അക്ഷരമോ അർത്ഥമുള്ള 1 അക്ഷരമോ ഉച്ചരിക്കുക. അങ്ങനെ ഏതാണ് നിങ്ങൾക്ക് പഠിച്ചത് അത് എഴുതുക. അടുത്ത, വിസർജന മര്യാദകൾ. നമുക്കെല്ലാവർക്കും അറിയാം. ഇടത് കാൽ വെച്ച് പ്രവേശിക്കുക. പിന്നെ ഒരു ദിക്റുണ്ടല്ലോ അല്ലേ?
പാദരക്ഷ ധരിക്കുക, തലമറക്കുക, ഖുർആൻ ദിക്ർ പോലെയുള്ളവ ദേഹത്തിൽ നിന്ന് ഒഴിവാക്കുക, ഇടതുകാൽ വെച്ച് പ്രവേശിക്കുക, വലതുകാൽ വെച്ച് പുറത്തേക്ക് വരിക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ പഠിച്ചാൽ മതി. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസി ചൊല്ലുക. ഒക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, അതാണ് അതിൻ്റെ ഉത്തരം. അടുത്തത് ഉത്തരം എഴുതാം. രക്തം കൊണ്ട് നജസായാൽ എങ്ങനെ ശുദ്ധിയാക്കാം? അപ്പോൾ ഈ ചോദ്യം നല്ലോണം ശ്രദ്ധിക്കണം. പല കുട്ടികൾക്കും ഇതിൻ്റെ ഉത്തരം മനസ്സിലായിട്ടില്ല. രക്തം കൊണ്ട് നജസായാൽ എങ്ങനെ ശുദ്ധിയാക്കാം എന്ന് നമ്മളെ പുസ്തകത്തിൽ പറയുന്നില്ല എന്നാണ് ചില കുട്ടികൾ പറയുന്നത്. എന്നാൽ പറയുന്നുണ്ട്. ഞാൻ കാണിച്ചതിൻ്റെ ഉത്തരം ഇവിടെ കണ്ട നിങ്ങൾ. നായ, പന്നി എന്നിവ കൊണ്ട് അശുദ്ധമായാൽ 7 തവണ കഴുകണം. ഓക്കെ, അതിലൊരു തവണ ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് വേണം കഴുകാൻ. അതും നമുക്കറിയാം. അപ്പോൾ നായ, പന്നിയും അതുമായി ബന്ധപ്പെട്ട എല്ലാ നജസും വൃത്തിയാക്കേണ്ടത് 7 തവണയാണ്. അതിലൊന്ന് മണ്ണ് കലക്കിയ വെള്ളം. പഠിച്ചു. എന്നാൽ ഇനി നായ, പന്നി അല്ലാത്ത മറ്റു നജസുകൾ, അതാ ഇവിടെ പറയണം. മറ്റു നജസുകൾ എന്ന് പറഞ്ഞാൽ ഏതാ? ഇവിടെ നജസ് നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ടല്ലോ. മലം, മൂത്രം, രക്തം, ചലം, ഛർദ്ദിച്ചത്, ലഹരി ദ്രാവകം. അപ്പോൾ ഇതൊക്കെ അതിലേതെങ്കിലും ഒന്ന് അവയുടെ അതുകൊണ്ട് നജസായ എന്ത് ചെയ്യണം? അവയുടെ നിറം, മണം, രുചി എന്നിവ പോകുന്നവരെ കഴുകണം. അപ്പോൾ ഈ മറ്റു നജസുകൾ എന്നുള്ളത് നമുക്ക് ഇവിടെ ആദ്യത്തെ കൊടുക്കാം, മലം. അപ്പോൾ എങ്ങനെ ഇതാ? മലം കൊണ്ട് നജസായാൽ അവയുടെ നിറം, മണം, രുചി പോകുന്നവരെ കഴുകണം. അടുത്തത് മൂത്രം, രക്തം കൊണ്ട് നജസായാൽ അവയുടെ നിറം, മണം, രുചി പോകുന്നവരെ കഴുകണം. അപ്പോൾ എന്താ ഉത്തരം? രക്തം കൊണ്ട് നജസായാൽ എന്ത് ചെയ്യണം? നിറം, മണം, രുചി പോകുന്നത് വരെ കഴുകണം. അതാണ് ഉത്തരം. അപ്പോൾ ഈ ട്രിക്ക് എല്ലാവരും മനസ്സിലാക്കി വെക്കുക. അടുത്തത് പഠിക്കേണ്ട ആവശ്യത്തിന് വുളു ഇല്ലാതെ മുസാഫ് തൊടാം. ആർക്കാണ്? മദ്രസ പോകുന്ന കുട്ടികൾക്ക് എന്നൊക്കെ ചില കുട്ടികൾ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതും. പക്ഷേ നിങ്ങൾ ഉത്തരം തെറ്റാണ്. അങ്ങനെയല്ല എഴുതേണ്ടത്. ഇതാ, വിവേകമുള്ള കുട്ടികൾക്ക് പഠിക്കേണ്ട ആവശ്യത്തിന് മുസാഫ് തൊടുകയും ചുമക്കുകയും ചെയ്യും. അപ്പം എന്താ ഉത്തരം? വിവേകമുള്ള കുട്ടികൾക്ക്. ഇതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം. ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും മുമ്പും ശേഷവും ചൊല്ലണം എന്ത്? അത് പലരും ശ്രദ്ധിച്ചിട്ടില്ല. ഉത്തരം അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദ്. അതാണ് ബാങ്കിൻ്റെ ഇഖാമത്തിന് മുമ്പും ശേഷം ചൊല്ലേണ്ടത്. അടുത്ത അവസാനത്തെ ചോദ്യം. നിസ്കാരത്തിൽ അബ്ആദ് സുന്നത്തുകൾ അല്ലാത്തവർക്ക് എന്താണ് പറയുക? അതാ, അബ്ആദ് സുന്നത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അബ്ആദ് സുന്നത്ത്, ഒന്നാമത്തെ അതൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷെ അബ്ആദ് സുന്നത്ത് അല്ലാത്ത സുന്നത്തിന് എന്താ പറയുക? അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അത് നമ്മൾ പഠിക്കണം. ഇവയല്ലാത്തവർക്ക് ഹൈആത്ത് സുന്നത്തുകൾ എന്ന് പറയുന്നു. എന്താ ഹൈആത്ത്? എഴുതുന്നത് ശ്രദ്ധിക്കുക. ഹൈആത്ത് സുന്നത്തുകൾ എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് 2022 ചോദ്യ പേപ്പർ. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ.